നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടിക്കുമേൽ അടികിട്ടി തളരുകയാണ് ഇറാൻ. മുച്ചൂടും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഇറാന്റെ പത്തിക്കടിച്ച് ഇസ്രയേലിന്റെ നീക്കം. എവിടെ തൊട്ടാൽ ഇറാന് പൊള്ളുമോ അവിടെ കയറിയാണ് അടിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിൽ ഇസ്രയേലിന്റെ മാസ് എൻട്രി. അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി അടുക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇസ്രയേലുമായി കൈകൊടുക്കാൻ സൗദി തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അറബ് രാജ്യങ്ങളുമായി അമേരിക്കയുടെ, പ്രത്യേകിച്ച് സൗദിയുടെ ആത്മബന്ധം തന്നെ ഇറാന് പിടിക്കുന്നില്ല. അപ്പോഴാണ് ഇനി ഇസ്രയേലുമായി സൗദി അടുക്കുന്നത്. ഇതെങ്ങനെ ഇറാൻ സഹിക്കും? അറബ് മണ്ണിൽ നിന്ന് അമേരിക്കൻ സൈനിക താവളങ്ങൾ പൊളിച്ചു നീക്കാൻ പണിപ്പെടുന്ന IRGCക്ക് വെള്ളിടിയാണ് ഇസ്രയേലിന്റെ പുതിയ നീക്കം. അറബരും ഇസ്രയേലുമായി ഒരു കാലത്തും ഒന്നിക്കാതിരിക്കാൻ വർഗീയതയുടെ വിത്തുപാകിയ ഇറാന്റെ കണക്കുകൂട്ടലുകൾ ആടപടലം പിഴച്ചിരിക്കുന്നു. സൗദി അറേബ്യയുമായി അടുക്കാൻ ശ്രമിക്കുകയാണ് ഇസ്രയേൽ. ഇപ്പോൾ UAEയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചെങ്കിലും സൗദി മുഖം തിരിച്ചു നിൽക്കുകയാണ്. 2023 ശക്തമായ ഇസ്രയേലിന്റെ ഗാസ ആക്രമണമാണ് എല്ലാ ശ്രമങ്ങളും തകിടം മറിച്ചത്. എങ്കിലും പരിശ്രമത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്. സൗദി അറേബ്യയുമായുള്ള ബന്ധം സ്ഥാപിക്കൽ തന്റെ സ്വപ്നമാണെന്ന് ഐസക് ഹെർസോഗ് പറയുന്നു. റിയാദ് കേന്ദ്രമായുള്ള ചാനലായ അൽ അറബിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിൽ. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനോട് തനിക്ക് വലിയ ബഹുമാനമാണെന്നും ഹെർസോഗ് പറഞ്ഞു. മിക്ക ഇസ്രയേൽ പൗരന്മാരും സൗദിയുമായി അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഇസ്രയേൽ പ്രസിഡന്റ് പറയുന്നത്. നേരത്തെ സൗദിയുമായി ഇസ്രയേൽ ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു. 2023 ഗാസയിൽ യുദ്ധം രൂക്ഷമായതും എല്ലാ ചർച്ചകളിൽ നിന്നും സൗദി അറേബ്യ പിന്മാറിയതും. എങ്കിലും ഇസ്രയേൽ പൂർണ്ണമായി ശ്രമം ഒഴിവാക്കിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രസിഡന്റിന്റെ ഇപ്പോഴത്തെ വാക്കുകൾ. കഴിഞ്ഞ ആഴ്ച മരിച്ച US സെനറ്റർ ലിൻസി ഗ്രഹാം അവസാന നിമിഷം സംസാരിച്ചത് സൗദി ഇസ്രയേൽ ബന്ധത്തെക്കുറിച്ചായിരുന്നു അത്രേ. ഇരു രാജ്യങ്ങളുടെയും ബന്ധം ശക്തമാക്കണമെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നുമായിരുന്നു അദ്ദേഹം സഹപ്രവർത്തകരോട് പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വളരെ അടുപ്പമുള്ള റിപ്പബ്ലിക്കൻ നേതാവാണ് ഗ്രഹാം. ഇസ്രയേലിന് അമേരിക്ക ഇത്രയധികം പിന്തുണ നൽകാൻ കാരണവും ഗ്രഹാമാണ്. സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിൽ ബന്ധം സ്ഥാപിക്കാൻ രഹസ്യമായി ചർച്ചകൾ നടക്കുന്നു എന്ന് വർഷങ്ങൾക്ക് മുൻപേ വാർത്തകൾ വന്നിരുന്നു. പിന്നീട് ഭരണകൂടത്തിലെ പ്രമുഖർ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ 2023 ഒക്ടോബറിലെ ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണം എല്ലാ നീക്കങ്ങളും തകർത്തെറിഞ്ഞത്. ഇസ്രയേലിനെതിരെ അറബ് ജനതയ്ക്കിടയിൽ വലിയ ഒരു രോഷമുണ്ടാക്കി ഇറാൻ. ഇതോടെ ഇസ്രയേലുമായുള്ള എല്ലാ ചർച്ചകളും സൗദി നിർത്തിവെക്കുകയായിരുന്നു. സ്വതന്ത്ര പലസ്തീൻ രൂപീകൃതമായാൽ മാത്രമാണ് ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കുകയുള്ളൂ എന്നാണ് സൗദിയുടെ എക്കാലത്തെയും നിലപാട്. 1948 പലസ്തീനിലെ ഒരു ഭാഗം കൈയടക്കി ഇസ്രയേൽ രൂപീകരിച്ചത് മുതൽ അറബ് രാജ്യങ്ങളും ഇസ്രയേലിനെതിരാണ്. എന്നാൽ 1970കളിൽ ഇതിൽ മാറ്റം വന്നു. ഈജിപ്തും ജോർദാനും ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. ഏതാനും വർഷം മുൻപ് UAEയും ബഹ്റൈനും ഇസ്രയേലുമായി ബന്ധമുണ്ടാക്കി. സുഡാനും മൊറോക്കോയും ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന എബ്രഹാം കരാറിൽ ട്രംപ് മുൻകൈയെടുത്തതാണ് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒപ്പുവെച്ചത്. ഇനി ഇസ്രയേൽ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ഇന്ന് പാർലമെന്റ് പിരിച്ചുവിട്ടു. ഒക്ടോബറിലാണ് പുതിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. നെതന്യാഹുവിന്റെ പാർട്ടിക്ക് ജനപ്രീതി കുറഞ്ഞു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഇടയിലാണ് സൗദിയുമായി അടുക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ ഇസ്രയേൽ ശക്തമാക്കിയിരിക്കുന്നത്. ചെറിയ വൈര്യമൊന്നും ആയിരുന്നില്ല, ബദ്ധശത്രുക്കളായിരുന്നു ഇസ്രയേലും സൗദിയും. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ കോപത്തിന്റെ മഞ്ഞുരുകി തുടങ്ങിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് ആദ്യം പ്രസിഡന്റായി വന്ന കാലത്ത് ഇരുവരെയും ഒന്നിപ്പിക്കാൻ കൂടുതൽ ശ്രമങ്ങൾ തുടങ്ങി. അതേതാണ്ട് വിജയത്തിന്റെ വക്കിൽ എത്തിയതായിരുന്നു. എന്നാൽ പിന്നീട് ബൈഡൻ സർക്കാർ വന്നപ്പോൾ ട്രംപ് കൊടുത്ത അത്ര പ്രാധാന്യം ഇസ്രയേൽ സൗദി വിഷയത്തിൽ ബൈഡൻ കാണിച്ചില്ല. പിന്നീട് ഇടുത്തി പോലെ ഹമാസ് ആക്രമണം, പിന്നെ ഘോര യുദ്ധം, എല്ലാം വീണ്ടും തകിടം മറിച്ചു. പിന്നീട് വീണ്ടും ട്രംപ് അധികാരത്തിൽ. അപ്പോഴും പ്രതീക്ഷ മങ്ങിയിരുന്നു, കാരണം യുദ്ധമായിരുന്നു. ഒടുക്കം വീണ്ടും ഇപ്പോൾ ശുഭപ്രതീക്ഷ ഉയർന്നിരിക്കുകയാണ്. ഇസ്രയേലും സൗദിയും തമ്മിൽ കൈകൊടുക്കുമെന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. തന്റെ നേതൃത്വത്തിൽ ആ ശുഭ സൂചന പുറത്തേക്ക് വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സൗദിയിലെ പാഠപുസ്തകങ്ങളിൽ വരെ ഇസ്രയേലിനെ ശത്രു രാജ്യം എന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്, കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഒരു കൈകൊടുക്കലിന്റെ വക്കിലേക്ക് വരെ കാര്യങ്ങൾ ഇപ്പോൾ എത്തുന്നത്. ഇത് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഇടപെടൽ കൂടിയാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. സൗദി, ഇസ്രയേൽ രണ്ടും സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളാണ്. ഈ കൂട്ടുകെട്ട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് അമേരിക്കയ്ക്കാണ്.
എന്ത് വില കൊടുത്തും ട്രംപ് ഇവരെ ഒന്നിപ്പിക്കാൻ പണിയെടുക്കും. ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന് മുന്നോടിയായി 2 വർഷങ്ങൾക്ക് മുൻപേ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇസ്രയേൽ വിരുദ്ധ ഭാഗങ്ങൾ സൗദി നീക്കം ചെയ്തിരുന്നു. മിഡിൽ ഈസ്റ്റേൺ, നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ പാഠ്യ പദ്ധതികളെക്കുറിച്ച് പഠനം നടത്തുന്ന സർക്കാരിതര സംഘടനയായ ഇംപാക്റ്റിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രയേൽ ദിനപത്രമായിരുന്നു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. സൗദി സ്കൂൾ പാഠ്യപദ്ധതിയിൽ സയണിസം ഒരു വംശീയ യൂറോപ്യൻ പ്രസ്ഥാനമാണ് എന്ന പാഠഭാഗമായിരുന്നു ഉപേക്ഷിച്ചത്. സൗദിയുടെ ഈ നീക്കം ഇറാനെ അന്ന് ഞെട്ടിപ്പിച്ചിരുന്നു. ഇസ്രയേലിനോടുള്ള സൗദി അറേബ്യയുടെ സമീപനത്തിലുണ്ടായ മാറ്റമാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് ഇസ്രയേൽ ദിനപത്രം അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. സൗദി അധികൃതർ ഇസ്രയേലിനോട് കൂടുതൽ സഹിഷ്ണുതയും തുറന്ന മനസ്സും കാണിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പാഠ്യപദ്ധതിയിലെ ഈ പരിഷ്കരണമെന്ന് ഇസ്രയേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റീജിയണൽ ഫോറിൻ പോളിസിയുടെ തലവനായ നിമ്രോദ് ഗോറൻ ടൈംസ് ഓഫ് ഇസ്രയേലിനോട് പ്രതികരിച്ചത്. നിലവിൽ UAE, ബഹ്റൈൻ, മൊറോക്കോ എന്നീ 3 അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കിയിട്ടുണ്ട്. 2020 ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ അബ്രഹാം ഉടമ്പടി പ്രകാരമായിരുന്നു ഇത് സാധ്യമായത്. എന്നാൽ ഇവയിൽ നിന്ന് വ്യത്യസ്തമായി സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന് വലിയ പ്രാധാന്യമാണ് ഇസ്രയേലും അമേരിക്കയും നൽകുന്നത്. മക്ക, മദീന എന്നീ ലോക മുസ്ലിങ്ങളുടെ 2 പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ സൗദിയിലാണ് എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത് സൗദിക്ക് വലിയ പ്രാധാന്യമുണ്ട്. സൗദി അറേബ്യയുമായുള്ള സമാധാന കരാർ മുസ്ലിം ലോകത്തിന്റെ അംഗീകാരമായിട്ടാണ് ഇസ്രയേലും US-ഉം കരുതുന്നത്. എന്തായാലും ഇസ്രയേലും സൗദിയും അങ്ങനെ കൈകൊടുക്കുകയാണെങ്കിൽ അടിയേറ്റ് വീഴുന്നത് ഇറാൻ തന്നെയാണ്. ഇറാൻ കണക്ക് കൂട്ടിയിരുന്നത് ഒരു കാലത്തും ഇവരൊന്നും തമ്മിൽ ഒരു ബന്ധമുണ്ടാകരുത് എന്നാണ്. എന്നാൽ അതിനെ പൊളിച്ചുകൊണ്ട്, അതിനെ തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേലുമായി സൗദി അടുക്കാനുള്ള ചില നീക്കങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.